ാണ് മറ്റൊരു ചർച്ച. സതീശനെ നേർക്കുനേർ സംവാദത്തിനല്ല ക്ഷണിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഫേസ്ബുക്ക് സംവാദത്തിന് തയ്യാറാണോ എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. നേർക്കുനേർ സംവാദം വേണമെന്നും അതിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് തന്നെ വിഷമിപ്പിച്ചുവെന്നുമാണ് ഇന്ന് സതീശൻ പരിഹാസത്തോടെ പറഞ്ഞത്. ഈ ചൂടൻ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സംവാദം വേണോ, അത്തരത്തിലൊരു സംവാദം ഉണ്ടാകുമോ എന്നുള്ളത് സനീറ്റ തിരുവനന്തപുരത്തുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. അവർക്കും എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത സാഹചര്യത്തിൽ നേതാക്കളെല്ലാം പരസ്പര വെല്ലുവിളിയുമായി രംഗത്തുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു സംവാദം അനിവാര്യമോ? കേൾക്കാം ജനങ്ങളുടെ പ്രതികരണം. 100% LDF ഭരണം കിട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിനൊന്നും വേണ്ടല്ലേ, ഇനി ഒന്നും ആവശ്യമില്ല, വേണ്ട. ഇനി എന്തിനാണ് സംവാദം? മൂന്നാം പ്രാവശ്യം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. തുടർ ഭരണം വരട്ടെ, തുടർ ഭരണം വരുമായിരിക്കും. സംവാദം വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അവർ സമ്മതിക്കട്ടെ. അപ്പം അവർക്ക് അപ്പോഴും മനസ്സിലാവുമല്ലോ ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരിയാണെന്ന്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് ഒരു സംവാദത്തിൻ്റെ ആവശ്യമുണ്ട്. സംവാദത്തിന് വി.ഡി. സതീശൻ റെഡിയാണെങ്കിൽ അത് നല്ല കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പഴക്കൽ മാത്രമാണെങ്കിൽ ഈ സംവാദം നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ 10 കൊല്ലം എന്താണ് ചെയ്തത്, ഇനി വി.ഡി. സതീശൻ അടുത്ത അധികാരത്തിൽ വരുമെങ്കിൽ അവർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. ഓ അത് വേണം, അത് വേണം, അത് ഞാൻ അപ്പോഴിപ്പോഴും പറയുന്നുണ്ട്, അത് വേണം. പരസ്യം മാത്രമല്ലേ ഉള്ളൂ, നാട്ടുകാർക്ക് ഒരു ഉപയോഗമില്ലല്ലോ. വെറുതെ ഇങ്ങനെ സംസാരം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രവർത്തികളല്ലേ ആവശ്യമുള്ളത്. എനിക്ക് തോന്നുന്നില്ല മൂപ്പരക്കൊണ്ട് നടക്കുന്നുള്ളൂ. വി.ഡി. സതീശനോട് ആള് വായ പറഞ്ഞ കള്ളത്തരേ പറയുള്ളൂ, ഒന്നും പറയേണ്ട കള്ളത്തരേ പറയുള്ളൂ, അപ്പോൾ ഉള്ള കള്ളത്തരേ പറയാം. ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിണറായി തന്നെ ആയിരിക്കും നല്ലത്, കുറച്ചും കൂടി ആവശ്യമുണ്ട്. അതെ, കാര്യം പൊതുവേ ഉള്ള അഭിപ്രായമാണ്. സംവാദം ആവശ്യമുള്ളതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുന്നത്. അതിന് എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഉണ്ട് 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 100% കേൾക്കണം, സത്യം അറിയണം, അത് നമ്മുടെ ഒരു ആവശ്യമല്ലേ. അത്തരമൊരു സംവാദം ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാഷ്ട്രീയക്കാരാകുമ്പോഴത്തേക്കും സംവാദത്തിന് പ്രസക്തിയുണ്ട്. അവർക്ക് പരസ്പരം പറയാനും പരസ്പരം അവരുടെ നല്ല വശങ്ങളും പരസ്പരമുള്ള തെറ്റുകളൊക്കെ പറയാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. ആവശ്യമുണ്ട്. ഈ വി.ഡി. സതീശൻ കേരളത്തിലെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് അവകാശമില്ല. സംവാദങ്ങൾ നടക്കട്ടെ, അത് കേരളത്തിന് പ്രയോജനപ്രദമാണെങ്കിൽ നടക്കട്ടെ. കഴിഞ്ഞ LDFൻ്റെ ഭരണം തന്നെ കേരളത്തിലെ റോഡുകളൊക്കെ വളരെ നല്ലതാണ്, വളരെ നല്ല റോഡുകളാണ്. പിന്നെ കാർഷിക മേഖലയിലൊന്നും ഇവർ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും വി.ഡി. സതീശനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കട്ടെ. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ മുഖ്യമന്ത്രിയും കോട്ടങ്ങൾ പ്രതിപക്ഷ നേതാവും പരസ്യമായി തന്നെ പറയട്ടെ. ഇത് കേൾക്കാൻ തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ക്യാമറമാൻ രതീഷ് കട്ടേലോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.